ഹായ്, ഞാൻ സ്വനഹാസ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് പഠിച്ച് ഇവിടം വരെ എത്തിയതാണ്. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ തുറന്നു പറയണമെങ്കിൽ നല്ല പാടാണ്. ആദ്യം ക്ലാസ്സസ് ഇങ്ങനെ മനസ്സിലാക്കും. ഓരോ സെൻറ്റൻസുകളും കാണാപ്പാഠം പഠിക്കലല്ല, ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കല. അതെങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം പഠിച്ച ഏതെങ്കിലും ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് ഫോഴ്സ് എന്നിപ്പം ചാപ്റ്റർ എടുത്താൽ F=ma, അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ആ F=gm1 m2 r² അത്രയും വലിയൊരു ഇക്വേഷനിലേക്ക് നമ്മൾ തനിയെ എക്സാമിൻ്റെ ടൈമിൽ പെട്ടെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെത്തിക്കുന്നൊരു ലെവലാകും. അതെങ്ങനെ എത്തിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം ഒരു ചാപ്റ്ററിൽ തന്നെ. ഒരു ക്വസ്റ്റ്യൻ പോലും പോരാ, ഇങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ അത് വീണ്ടും മറന്നു പോകും. അത് രണ്ടാമത് ചെയ്യുമ്പോൾ വീണ്ടും ചിലപ്പോൾ മറന്നു പോകും, മൂന്നാമത് മറന്നു പോകും. പക്ഷേ അത് മാക്സിമം നമ്മൾ ഒരുപാട് തവണ ചെയ്ത് മനസ്സിലാക്കണം. അപ്പോഴേക്കും നമ്മൾ പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് തനിയെ മനസ്സിലാകത്തുള്ളൂ. ബയോളജീൻ്റെ കാര്യത്തിലാണെങ്കിൽ മാക്സിമം റിവിഷൻ തന്നെയാണ്. ബയോളജിയും കെമിസ്ട്രി ഒരു എക്സ്റ്റെൻറ്റ് വരെ, പ്രത്യേകിച്ചും ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ. അപ്പം യൂഷ്വലി ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ രാവിലെ ഒരു 6-8 മണി വരെ എണീക്കും. എന്നിട്ട് പിന്നെ ഫുള്ളും പഠിത്തം മാത്രമേ, ഇതിനായിട്ടൊരു വർഷം ഫുള്ളും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. ഫുള്ളും സാക്രിഫൈസൊക്കെ ചെയ്ത് പുള്ളിക്കും രാവിലെ ഒരു 8 മണിക്കൊക്കെ തുടങ്ങിയാൽ രാത്രി ഒരു 12 മണി വരെ ഫുള്ളും പഠിക്കും. ഇടയ്ക്ക് ബ്രേക്കൊക്കെ കാണും, നിസ്കരിക്കാനും കഴിക്കാനും ഇടയ്ക്ക് അങ്ങനത്തെയൊക്കെ ബ്രേക്ക്. അല്ലാതെ ഒരു മണിക്കൂറിൽ കൂടുതൽ അങ്ങനെ ബ്രേക്ക് എടുത്തില്ലായിരുന്നു. ചില ദിവസങ്ങൾ വരും നമുക്ക് പാടായിട്ടുള്ളത്, പക്ഷേ എന്നാലും മാക്സിമം നമ്മൾ ഫുള്ള് ഇരുന്ന് പഠിക്കും, ആ പോർഷൻസ് കവർ ചെയ്യണം. എത്രത്തോളം മാക്സിമം നമ്മൾ ഒരു ചാപ്റ്ററിന് റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് അഡ്വാൻറ്റേജാണ്. പ്രത്യേകിച്ച് എക്സാമിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരത്തില്ല. പുള്ളിക്കും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പുള്ളിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഈ NTA ടെസ്റ്റ് ആപ്പ് ഉണ്ടായിരുന്നു, അതേപോലെ പലയിടത്തുനിന്നും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഏതൊക്കെ ബുക്കിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് നോക്കിയതെന്ന് വെച്ചാൽ MTG ചാമ്പ്യൻ എന്നും പറഞ്ഞിട്ട് നീറ്റ് പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളതുണ്ടായിരുന്നു. മാക്സിമം നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഒരുപാട് ബുക്കാണ്, അതൊക്കെ ജസ്റ്റ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അല്ലാതെ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് നീറ്റ് സിലബസിലായിരിക്കും. അവർ സെയിം ചോദിച്ച ക്വസ്റ്റ്യൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടേ ചോദിക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ മാക്സിമം നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ എത്രത്തോളം മാക്സിമം ചെയ്യുന്നു അത്രത്തോളം നല്ലത്. ആ കോൺസെപ്റ്റൊക്കെ അത്രയും തലയിലേക്ക് കയറും. അപ്പോഴേക്കും അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യുക, പലയിടത്തുനിന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് ഓരോ മനസ്സിലാക്കി എടുക്കുക, കോൺസെപ്റ്റൊക്കെ ക്ലിയർ അല്ലെങ്കിലും. നിങ്ങൾ വീക്കായിട്ടുള്ളത് പഠിക്കാനായിരിക്കും ഏറ്റവും പാട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പോകുന്നത് ആ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾ അതിൽ അത്രയും വർക്ക് ചെയ്യുമ്പോൾ. അപ്പം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. I hope you for the best. Thank you.